ടിപ്പുവിൻ്റെ മലബാർ ആക്രമണ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ എവിടെയാണ് ഒളിപ്പിച്ചത്? ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും ആക്രമണ ഫലമായി ഹൈന്ദവ സമാജത്തിനും ക്ഷേത്രങ്ങൾക്കും കനത്ത നാശമാണ് ഏൽക്കേണ്ടി വന്നത്. കണ്ണിൽ കണ്ട ക്ഷേത്രങ്ങളെല്ലാം കൊള്ളയടിക്കുകയും ഹൈന്ദവ ജനതയെ മതപരിവർത്തനം ചെയ്യുകയും ചെയ്തു. മലബാറിൽ ആകെ ആക്രമികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. 1789 ടിപ്പുവിൻ്റെ പടയോട്ട സമയത്ത് ഗുരുവായൂരിലെ മൂലവിഗ്രഹം രഹസ്യ അറയിൽ ഒളിപ്പിച്ചു വെക്കുകയും ഉത്സവ വിഗ്രഹം മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓദിക്കോനും കൂടി അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ക്ഷേത്രത്തെ കൊള്ളയടിച്ച ടിപ്പു ഗോപുരത്തിന് തീ കൊളുത്തി. എന്നാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ അവിചാരിതമായി ഉണ്ടായ മഴ അപകടത്തിൽ നിന്നും ക്ഷേത്രത്തെ രക്ഷിച്ചു. 1792 മാർച്ച് 28 സാമൂതിരി ഇംഗ്ലീഷുകാരുടെ സഹായത്തോടെ ടിപ്പുവിനെ പരാജയപ്പെടുത്തിയതോടെ മലബാർ ആക്രമികളിൽ നിന്നും മോചിതരായി. അമ്പലപ്പുഴയിൽ എത്തിയ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് കുളക്കരയിലെ ഒരു തട്ടിട്ട മുറിയിൽ സ്ഥാപിച്ചു. ഓദിക്കോൻ തന്നെ പൂജകളും നിവേദ്യങ്ങളും നടത്തി വന്നു. 1 മാസത്തോളം അവിടെ തന്നെ പൂജകൾ കഴിച്ചു വന്നു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അന്നത്തെ ആ സ്ഥലം ഇന്നും വേർതിരിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. നിത്യവും വിളക്ക് വെച്ച് നിവേദ്യവും നടത്തി വരുന്നുണ്ടത്രേ. ടിപ്പുവിൻ്റെ ഭീഷണിയിൽ നിന്നും മലബാർ മോചിതയായ ശേഷം 1792 സെപ്റ്റംബർ 17 മൂലവിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ച് പൂജാദികൾ ആരംഭിച്ചു.